പിടികൂടിയത് വളരെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. തീർത്തും ദൗർഭാഗ്യകരവും മനസാക്ഷി ഞെട്ടിപ്പിക്കുന്നതുമായിട്ടുള്ളൊരു സംഭവമാണ് അരങ്ങേറിയത്. ജയിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണം നടത്തി പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ പ്രാഥമികമായി അന്വേഷണ വിധേയമായി 3 ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതര ജയിലുകളെ അപേക്ഷിച്ച് സുരക്ഷാ സംവിധാനം കനത്ത രീതിയിലുള്ള ഒരു ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. അപ്പം കൊടും കുറ്റവാളിയായിട്ടുള്ള ഗോവിന്ദച്ചാമി എങ്ങനെ പുറത്തു കിടന്നു എന്നുള്ളത് അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. പക്ഷേ കുറേ അധികം സമയം ആളുകളെ ഉത്കണ്ഠയുടെ മുൾമുനയിൽ നിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ കേരളത്തിലെ പോലീസ് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു നമുക്ക്. ഏറ്റവും അന്വേഷണ മികവ് തെളിയിക്കുന്ന ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന ടീമാണ് കേരള പോലീസ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ ഏറ്റവും വേഗത്തിൽ ഏറ്റവും ശക്തമായ ഇടപെടലാണ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മുഖ്യമന്ത്രി ഉടൻ തന്നെ DGPക്ക് നിർദ്ദേശം കൊടുത്തു പിടിക്കാൻ ആവശ്യമായിട്ട് അടിയന്തര ഇടപെടൽ നടത്തണമെന്ന്. അതിന് പുറമെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ എന്നുള്ള രീതിയിൽ കർണാടക, തമിഴ്നാട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് വിവരം കൈമാറി. അപ്പോൾ എല്ലാ രീതിയിലും ഗോവിന്ദച്ചാമിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വലവിരിക്കുന്നൊരു സംവിധാനമാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും വേഗത്തിൽ കണ്ണൂരിൽ നിന്ന് പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. മറ്റു കാര്യങ്ങൾ അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തേണ്ട കാര്യമാണ്. ജയിൽ ഉപദേശക സമിതി അംഗമെന്ന നിലയിൽ പറയാനുള്ളത്, ജയിൽ ഉപദേശക സമിതിയുടെ നിരവധി യോഗങ്ങളിൽ സ്വാഭാവികമായി കൃത്യമായി ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ, കുറേയധികം അനുഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇളവിനെ സംബന്ധിച്ചുള്ള ഫയൽ വരും, ഉപദേശം വരും. പക്ഷേ ഒരു ഘട്ടത്തിലും ഗോവിന്ദച്ചാമിയെ പിന്നീട് ശിക്ഷ ഇളവ് ചെയ്യാനോ കുറക്കാനോ ഉള്ള ഒരു ചർച്ച ജയിൽ ഉപദേശ സമിതി നടത്താറില്ല. ഫയൽ വന്നു കഴിഞ്ഞാൽ ഗോവിന്ദച്ചാമിയുടെ ഫയൽ ഉടനെ തന്നെ എടുത്ത് മാറ്റിവെക്കുകയാണ്. അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല എന്നുള്ള ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. എന്നാൽ തീർത്തും ഈ ഒരു സംഭവം പുറത്തു വന്നപ്പോൾ ഏറ്റവും ദൗർഭാഗ്യകരമായൊരു പ്രതികരണമാണ് BJP നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. മുൻ BJPയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. സംഭവം പറഞ്ഞ് അവസാനം ഗൂഢാലോചനയാണോ, ആര് വിട്ടതാണോ, എന്നിട്ട് അവസാനം അത് കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ P. ജയരാജനും തൃക്കരിപ്പൂർ MLAയും ജയിൽ ഉപദേശക സമിതി അംഗങ്ങളാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറയേണ്ടി വരും. ഭീകരാക്രമണം നടത്തിയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അറിവോടെയാണ്, സമ്മതത്തോടെയാണ് എന്ന് പറഞ്ഞാൽ ഒരു ആരോപണം ഉന്നയിച്ചാൽ എങ്ങനെയിരിക്കും? അപ്പോൾ സുരേന്ദ്രനെ സംബന്ധിച്ച് BJP പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം ദീർഘകാലയളവ്. ആ സ്ഥാനമൊക്കെ പോയതോടെ സമനില തെറ്റിയതുപോലെയാണ് പെരുമാറിയത്. കാരണം ഇത്തരം ജനങ്ങളെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭീതിയിലാഴ്ത്തുന്ന ഒരു സംഭവം അരങ്ങേറിയാൽ ജനങ്ങളോടും സമൂഹത്തോടും പ്രതിബദ്ധതയും ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ആദ്യം പ്രതികരിക്കേണ്ടത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ശക്തമായി പോലീസ് ഇടപെടൽ നടത്തി ഏറ്റവും വേഗം കുറ്റവാളിയെ കണ്ടെത്തണമെന്നല്ലേ? അങ്ങനെ ഒരു പ്രതികരണത്തിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല, തീർത്തും രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പിന്നെ CPM-നെതിരായിട്ട് അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന നോമിനികൾ എന്നുള്ള രീതിയിൽ അതിനെ അപകീർത്തികരമായിട്ടുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ടായത്. തീർത്തും ദൗർഭാഗ്യകരമാണ്. മാത്രമല്ല, അതൊരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിന് യോജിച്ച പ്രതികരണമായിരുന്നില്ല അദ്ദേഹം ഫേസ്ബുക്കിലൂടെ നടത്തിയത്.